കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശയെ കാണിക്കുന്നേ, മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. ഹായ് ഹലോ, രേണുസുതിയാണ്. എയർ തന്നെയാണ് എപ്പോഴും. എയറിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്. സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറേ ആയല്ലോ താൻ എന്നെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? താൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്. ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. നമസ്കാരം. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രേണുസുതി എന്നൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രേണുസുതി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റാരെക്കുറിച്ചുമല്ല, ശാന്തിവിള ദിനേശൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അത് റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളെല്ലാം തന്നെ, ഞാൻ ഉൾപ്പെടെ മിക്ക ആളുകളും തന്നെ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു തിരിച്ചൊരു മറുപടിയുമായിട്ടാണ് ഇപ്പോൾ രേണുസുതി വന്നിരിക്കുന്നത്. അപ്പോൾ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പല വിമർശനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് മെയിൻ കാരണം അവരുടെ വായിലെ നാക്ക്, അതുപോലെ തന്നെ നന്ദികേട്, ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവരോട് നമ്മൾ അതിന് വിമർശനങ്ങൾ തന്നെയാണ് വീഡിയോ ചെയ്തിരുന്നത്. എന്നിരുന്നാലും പക്ഷേ ഈ ഒരു കാര്യത്തിൽ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളിൽ ന്യായമുണ്ട്. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, ഈ ശാന്തിവിള ദിനേശൻ എന്ന് പറഞ്ഞ ആൾ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ ആ പുള്ളി ആളാരാണെന്ന് വ്യക്തമാക്കിയില്ല. പക്ഷെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പറയുന്നത് ഏകദേശം അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അത് ഈ രേണുസുതിയെ കൊള്ളിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായിട്ട് ആളെ പറഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും എന്തെങ്കിലും ഒരു കാര്യം ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് തന്തയ്ക്ക് വിളിക്കും, തെറി വിളിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ രേണുവിൻ്റെ ഒരു സ്വഭാവമാണ്. അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പല കാര്യങ്ങളും ബിഷപ്പിൻ്റെ വിഷയം ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അത്രയധികം വൈറലായ വിഷയങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി. പക്ഷെ നമ്മളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ രേണു അന്ന് പറഞ്ഞില്ല. കാരണം ഈ ശാന്തിവിള ദിനേശൻ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടില്ലാത്തത് നമുക്ക് ഇന്ന ആളാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം രേണുസുതി തന്നെ അത് തന്നെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ രേണുസുതിയുടെ പേര് പറയുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രേണുസുതിനെ നമ്മൾ വിമർശിച്ച് വീഡിയോകൾ ചെയ്തത് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനമായ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ രേണുവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തെളിവ് കാണിക്കാമെന്ന് രേണു പറയുന്നുണ്ട്. ഞാൻ ബാറിൽ പോയി തുണി അഴിച്ചിട്ട് ഇങ്ങനെ മുതലാളിമാരുടെ അടുത്ത് നിന്ന് തുണി അഴിച്ച് ഡാൻസ് കളിക്കുന്നെന്നോ അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ ഒരു പ്രസ്താവനകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തെളിവ് സഹിതം കാണിക്കാൻ എന്ന് പറഞ്ഞ് രേണു രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ തെളിവ് കാണിക്കടോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൂപ്പ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ എനിക്ക് 34 വയസ്സേ ഉള്ളൂ, താൻ എന്തിനാണോ എന്നെ കിളവിന്ന് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് രേണു വന്നിരിക്കുന്നത്. അപ്പോൾ രേണു പറഞ്ഞിരിക്കുന്ന കാര്യം നേരാണ്. അങ്ങനെ എന്തിനാണ് വെറുതെ ഒരു മനുഷ്യനെ ഇപ്പോൾ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കാണിക്കണം. ഇതിപ്പോൾ ആളാരെയാണെന്ന് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നില്ല ഈ മനുഷ്യന്. അതുതന്നെയല്ല, തെളിവില്ലാതെയും കൂടെ വന്ന ഒരു ഊഹാപോഹം അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വ്യക്തിയെ അപമാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അപമാനിക്കുന്നത് ശരിയായ കാര്യമല്ല. ഇതിനെതിരായിട്ട് രേണു എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തെ ബാധിക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് പറയാൻ ആളെ ആരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പേര് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ എന്നാലും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. പലരും അതിനെക്കുറിച്ച്
രേണുവിൻ്റെ പേര് ഉൾപ്പെടുത്തി തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യന് അങ്ങനെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. ശാന്തിവിള ദിനേശന് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ തെളിവ് സഹിതം ഇന്ന സംഭവം നടന്നിട്ടുണ്ട്, ഇന്ന ആൾ ഇതുപോലെ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ തുണി അഴിച്ച് ഡാൻസ് കളിക്കുമെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ശാന്തിവിള ദിനേശൻ പറയുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടുന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശയെ കാണിക്കുന്നേ, മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ ഞാൻ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒരു ലോങ് വീഡിയോ ആണ്. അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി വന്നിട്ട് ഒരാളെക്കുറിച്ച് തെളിവില്ലാതെ ഇന്നയാൾ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് എത്രയോ മനുഷ്യർ കാണുന്നതാണ്. ആ ആളുടെ വ്യക്തിയെ ജീവിതത്തിൽ തന്നെ വളരെയധികം ബാധിക്കുന്നത്. കാരണം മക്കളുണ്ട്, അവരുടെയൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. പിന്നെ രേണുവിൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് നന്ദികെട്ട രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ കാണിക്കുന്നുണ്ട്. വായിലെ നാക്ക് അതൊക്കെ വളരെയധികം ഭയങ്കരമായിട്ട് മോശമാണ്. നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യണം, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഒരാളെ നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് അയാളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളെ വിമർശിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വന്നപ്പോൾ ഇത് ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഈ മനുഷ്യന്, ശാന്തിവിള ദിനേശൻ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു തെളിവില്ലാതെ വന്നിട്ട് ആളെ പറയുക പോലും ചെയ്യാതെ ചുമ്മാ ഓരോ ഊഹാഭോഗത്തിൻ്റെ അവർ പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, മറ്റവർ പറഞ്ഞു, മറിച്ചവർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് താറടിക്കുന്ന ഒരു രീതി ശരിയാകില്ല. അത് ആരെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ അതുകൊണ്ട് രേണുവിന് പലരും ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായത് ഈ പറയുന്ന രേണുവിനെ തന്നെയാണ് എന്നും രേണുവിന് ബോധ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് രേണു വന്നിട്ട് വീഡിയോയിൽ ആ മനുഷ്യനെ അങ്ങനെ പറയുന്നത്. അപ്പം രേണുവിന് മനസ്സിലാക്കാമല്ലോ, പല ആളുകൾക്കും മനസ്സിലായി. അപ്പോൾ ചില ആളുകൾ വീഡിയോ ചെയ്ത യൂട്യൂബർമാർ രേണുവിനെ പരാമർശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനൊരു ചുട്ട മറുപടി കൊടുത്തു. അന്നേരം തെളിവുണ്ടെങ്കിൽ കാണിക്കാനെന്ന് പറയുന്നതാണ്. തെളിവുണ്ടെങ്കിൽ കാണിക്കാനെന്ന് പറഞ്ഞത് രേണു പറഞ്ഞിരിക്കുന്നത് 100% സത്യമായ കാര്യമാണ്. നമ്മളെക്കുറിച്ച് ഒരാൾ അനാവശ്യം പറയുമ്പോൾ അതെന്താണെന്ന് തെളിവ് കാണിക്കണ്ടേ? തെളിവില്ലാതെ എന്തിനാണ്? ഇപ്പം വെറുതെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഭാഗത്ത് 100% തെറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ വന്ന ആളുകളുടെ മുമ്പിൽ വന്ന് തന്നെ രേണു വെല്ലുവിളിച്ചേക്കുന്നത്. തെളിവുണ്ടെങ്കിൽ കാണിക്കടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് തെളിവ് കാണിക്കാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഒരു മനുഷ്യനെക്കുറിച്ച് മോശമായിട്ട് വന്നിട്ട് പറഞ്ഞ് പരത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പല കാര്യങ്ങളിലും വിമർശനങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞ് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഈ ഒരു വിഷയം ഞാൻ ഈ ഒരു രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ അന്നേരം ഓർക്കുകയും ചെയ്തു, ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ആളെ പറയുന്നില്ല. പിന്നെ അതുതന്നെയല്ല, തെളിവില്ലാതെയാണ് വന്ന് കിടന്ന് അല്ലെ തെളിവോടുകൂടി ഇന്ന സംഭവം നടന്നു എന്നും പറഞ്ഞ് തെളിവ് കാണിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ നമുക്ക് വിശ്വസിക്കാം. ഇതൊന്നും ഇല്ലാതെ വന്നൊരു മനുഷ്യനെ, ഒരു വ്യക്തിയെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വന്ന് തരം താഴ്ത്തിയ രീതിയിൽ
സംസാരിക്കുന്ന ഒരു പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ രേണു പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് തന്നെ ന്യായമുള്ളതായിട്ട് തെളിവ് കാണിക്കുക എന്ന് പറയുന്നതിൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ 100% അങ്ങനെ തന്നെ ചോദിക്കണം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് രേണു തെറി വിളിച്ചു, ശാന്തിവിള ദിനേശനെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് 100% രേണുവിന് സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.